ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമൂഹ്യമായ പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങൾ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഏതൊരു പ്രശ്നത്തെയും നമുക്ക് ഈ ഒരു ഹീലിംഗ് എനർജിയുടെ ആ ഒരു ഫീൽഡ് കൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെ ആ മെത്തേഡ് പഠിപ്പിച്ച് തരുന്ന ആ ഒരു ഗുരുനാഥനിൽ നിന്ന് നമുക്ക് ആ എനർജി ഫീൽഡുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഹീലിംഗ് ദീക്ഷ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ നമസ്തേ. ഇന്ന് നമ്മൾ ധാരാളം ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് മെത്തേഡുകളെ പറ്റി കേൾക്കാറുണ്ട്. ഇപ്പോൾ റേക്കി, പ്രാണിക് ഹീലിംഗ്, സൗണ്ട് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, അല്ലെങ്കിൽ താന്ത്രിക് ഹീലിംഗ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഹീലിംഗ് മെത്തേഡുകളെ പറ്റി നമ്മൾ കേൾക്കുകയും ഇവയിൽ പലതും നമ്മൾ പരിശീലിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്യാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 9 മണിക്ക് പൊതുജന സേവനം മുൻനിർത്തിക്കൊണ്ട് ഓൺലൈനായിട്ട് ഒരു മാസ് ഡിസ്റ്റൻസ് ഹീലിംഗ് നടത്താറുണ്ട്. അത് തികച്ച സൗജന്യമായിട്ട് നടത്തപ്പെടുന്ന ഒരു ഹീലിംഗ് പ്രോഗ്രാമാണ്. അത് ചെയ്യുന്നത് നമ്മുടെ ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഹീലിംഗ് ഞാൻ പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്നത്. തികച്ചും സൗജന്യമായിട്ട് നടത്തപ്പെടുന്ന ആ ഒരു പ്രോഗ്രാമിൽ ധാരാളം ആളുകൾ എല്ലാ ആഴ്ചയിലും പങ്കെടുക്കുകയും അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരോരോരുത്തരും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡോളജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള ഹീലിംഗ് മെത്തേഡുകൾ പഠിക്കുകയും അത് പരിശീലിക്കുകയും അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴും ഒരു 90% ആളുകൾക്കും ശരിയായ രീതിയിൽ ആ ഒരു ഹീലറായി മാറാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് എനർജി ഉപയോഗിക്കാനായിട്ടോ സാധിക്കുന്നില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമുക്കിന്നിവിടെ പരിശോധിക്കേണ്ടതായിട്ട് ഉള്ളത്. അതിൻ്റെ കാരണത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശരിയായ രീതിയിൽ ഒരു ഹീലിംഗ് മെത്തേഡ് നമ്മൾ പഠിക്കുകയും അതിൻ്റെ പ്രത്യേകിച്ച് സിമ്പലുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിമ്പലുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ഹീലിംഗ് മെത്തേഡ് നമ്മൾ പഠിക്കുകയും നമ്മളൊരു ഹീലിങ്ങിൽ ഒരു സിമ്പൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി ഫീൽഡിനെ സൃഷ്ടിക്കാനായിട്ടാണ് നമ്മൾ സിമ്പലുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിങ്ങിൽ ധാരാളം സിമ്പലുകൾ നമ്മൾ ഉണ്ട്. ആ സിമ്പലുകളൊക്കെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അതായത് ഞാനാണ് ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിങ്ങിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹീലിംഗ് എനർജി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സാധാരണ ഗതിയിൽ പേഴ്സണലായിട്ടുള്ള ഹീലിങ്ങുകളും അതുപോലെ തന്നെ പബ്ലിക്കിനായിട്ടുള്ള ഹീലിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ മാസമായിട്ട് ഡിസ്റ്റൻ്റായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡുമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു കണക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹീലറായി മാറുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ആ ഹീലിംഗ് എനർജി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു മീഡിയമായിട്ട് നമുക്ക് എത്രമാത്രം മാറാനായിട്ട് സാധിക്കുമോ അത്രമാത്രം ശക്തമായ രീതിയിൽ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഓരോ ഹീലിംഗ് മെത്തേഡോളജിയും നമ്മളോട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഹീലിംഗ് മെത്തേഡ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിയായ രീതിയിൽ ആ ഒരു ഹീലിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഹീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീലിംഗ് എനർജിയുടെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഹീലറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മരുന്നോ മന്ത്രങ്ങളോ ഒന്നും ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഈ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിവൈനായിട്ടുള്ള ആ ഒരു എനർജി ഫീൽഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു പ്രശ്നത്തെയും നമ്മൾ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൗഖ്യപ്പെടുത്തുക, ഏതൊരു പ്രശ്നത്തെയും ഏതൊരു രോഗത്തെയും സൗഖ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ നമുക്കൊരു ശാരീരികമായിട്ട് അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തെയോ അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യമായ പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങൾ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഏതൊരു പ്രശ്നത്തെയും നമുക്ക് ഈ ഒരു ഹീലിംഗ് എനർജിയുടെ ആ ഒരു ഫീൽഡ് കൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ തന്നെ നിരവധി കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പേഴ്സണലായിട്ടുള്ള ഹീലിങ്ങുകളും ഞാൻ പലർക്ക് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ശരിയായ ഒരു ഹീലറായിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈൻ എനർജിയുടെ, അതായത് ആ ഡിവൈൻ ഹീലിംഗ് എനർജിയുടെ ഫീൽഡുമായിട്ട് ശരിയായ രീതിയിൽ ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
ഇപ്പം നമുക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്ന ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് മെത്തേഡിൽ ഞാൻ ആ ഹീലിംഗ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഹീലിംഗ് ചെയ്യാനായിട്ട് ആ ഹീലിംഗ് എനർജി ഫീൽഡിലേക്ക് അത് പഠിക്കുന്ന എൻ്റെ ശിഷ്യന്മാരെ ഞാൻ ദീക്ഷ ചെയ്യുകയും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഹീലിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പലരും ഓൺലൈനായിട്ടൊക്കെ ഹീലിംഗ് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എനർജിയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ആ ഒരു എനർജി ഫീൽഡിലേക്ക് നമ്മളെ കണക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആ മെത്തേഡ് പഠിപ്പിച്ച് തരുന്ന ആ ഒരു ഗുരുനാഥനിൽ നിന്ന് നമുക്ക് ആ എനർജി ഫീൽഡുമായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഹീലിംഗ് ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ദീക്ഷ എടുത്ത് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ശരിയായ ഒരു ഹീലറായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടിലേക്കാണ്. കാരണം ഇവിടെ ഫിസിക്കലായിട്ട് നമ്മൾ ഒരു ടൂൾസും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കലായിട്ട് ഒരു ടൂളും ഉപയോഗിക്കാതെ ഈ കോൺഷ്യസ് ആയിരിക്കുന്ന ഡിവൈൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരാളുടെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജിയുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും അങ്ങനെ ആ ഒരു എനർജി ഫ്രീക്വൻസിയെ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡിൻ്റെ ഫ്രീക്വൻസിയെ ഈ ഒരു വ്യക്തിയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ എനർജി ഇംബാലൻസുകളെ ശരിയാക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയിലൊരു പ്രശ്നം, അതായത് ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, അതെല്ലാം എനർജിയുടെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ ഇംബാലൻസുകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ പ്രാണൻ പ്രവർത്തിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ശ്വാസോച്ഛ്വാസം ശരിയായ രീതിയിൽ നടക്കാതെ വരികയും, അല്ലെങ്കിൽ ശരിയായ പാറ്റേണിൽ അല്ല നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് എന്നുണ്ടെങ്കിലും, അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ പ്രാണൻ്റെ കുറവുകൾ വരികയും ആ പ്രാണൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്രമമായി വിന്യസിക്കാതെ വരുന്ന അവസരത്തിൽ നമ്മുടെ ഉള്ളിലെ ഓരോ കോശങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമല്ലാതെ ആയിത്തീരുന്നതാണ് പലപ്പോഴും നമുക്ക് രോഗാവസ്ഥകൾ ഉണ്ടാകുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകൾക്ക് ശരിയായ രീതിയിൽ പ്രാണൻ്റെ വിന്യാസത്തെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകളെ നമുക്ക് പലതിനെയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെയും ഇതേപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ആ ഒരു എനർജി ഫീൽഡിലേക്ക് അവരെ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഭൗതികമായ പ്രശ്നങ്ങളെയാണെന്ന് പറഞ്ഞാലും അതിനെയും നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു എനർജി ബാലൻസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഭൗതികമായ പ്രശ്നങ്ങളെ തടസ്സങ്ങൾ കൂടാതെ നമുക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡുമായിട്ട് ശരിയായ രീതിയിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു ഹീലിംഗ് എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഒരു ഹീലറുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡുമായിട്ട് ശരിയായ രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. കാരണം ശരിയായ രീതിയിൽ അവർക്ക് ഒരുപക്ഷെ ദീക്ഷ ലഭിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ശരിയായ രീതിയിൽ ഉള്ള ആ ഒരു അടിയുറച്ച വിശ്വാസവും ആ ഒരു സമർപ്പണവും അവർക്കുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ശരിയായ ഒരു ഹീലറായി മാറാനായിട്ട് പലർക്കും സാധിക്കാതെ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നമ്മളൊരു ഹീലറെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്ന സമയമെന്ന് പറയുന്നത്, നമുക്ക് സെൽഫായിട്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു ഹീലറിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ പലരും ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ, നേരെ പോയി അവരൊരു ഹീലിംഗ് മെത്തേഡ് പഠിക്കും. ഇപ്പോൾ റേക്കിയോ പ്രാണി ഹീലിംഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹീലിംഗ് മെത്തേഡുകൾ പഠിക്കും. അതിനുശേഷം സ്വന്തം ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നാൽ പലർക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഹീലിംഗ് സംഭവിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡുമായിട്ട് ശരിയായ രീതിയിൽ അവർ കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഹീലിംഗ് എനർജി ഫീൽഡിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള സമർപ്പണത്തിലൂടെ, കൃത്യമായിട്ടുള്ള ധ്യാനത്തിലൂടെ, കൃത്യമായിട്ടുള്ള ക്രിയകളെ പരിശീലിച്ചുകൊണ്ട് ആ സിമ്പലുകളെയും കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ രീതിയിൽ ആ എനർജി ഫ്രീക്വൻസിയെ മറ്റൊരാളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രാവീണ്യം നേടിയിരിക്കണം. അപ്പോൾ അങ്ങനെ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് മാത്രമേ ശരിയായ ഒരു ഹീലറായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, ഇപ്പോൾ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകളാണെങ്കിൽ നമ്മൾ അലോപ്പതിയിലേക്കോ ആയുർവേദത്തിലേക്കോ ഹോമിയോപ്പതിയിലേക്കൊക്കെയാണ് നമ്മൾ പോവുക. അങ്ങനെയുള്ള രോഗാവസ്ഥകളെ നമ്മൾ അവിടെ സാധാരണഗതിയിൽ അവിടെ തന്നെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ ഒക്കെ ഈ പറഞ്ഞ പോലെയുള്ള ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് മെത്തേഡുകളിലൂടെ നമുക്ക് പരിഹരിക്കുവാനായിട്ട് പലപ്പോഴും സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീലറുടെ ശരിയായ രീതിയിൽ ആ ഒരു എനർജി ഫീൽഡുമായി കണക്റ്റഡ് ആയിട്ടുള്ള
ആ ഒരു എനർജി ഫീൽഡിൻ്റെ ഫ്രീക്വൻസിയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ഹീലർ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിയായ രീതിയിൽ ആ ഒരു ഹീലിംഗ് എനർജി ഫ്രീക്വൻസി ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ഹീലറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നേ വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും അയാൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഏത് രീതിയിലാണ് പെടേണ്ടത്, അല്ലെങ്കിൽ അത് ഈ ഒരു സമയത്ത് പരിഹരിക്കപ്പെടേണ്ടതാണോ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു മറ്റെന്തെങ്കിലും ആ ഒരു പ്രശ്നത്തിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും വരാനിരിക്കുന്ന കാരണങ്ങളുണ്ടോ. ചിലപ്പോൾ നമുക്കറിയാം, ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റൊരു സാധ്യതയുടെ തുടക്കമായിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രശ്നം ആയിട്ട് കാണുന്ന ഒരു കാര്യത്തെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു നന്മയുടെ ഒരു തുടക്കമായിരിക്കും ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹീലർക്ക് ശരിയായ രീതിയിൽ അതിനെ ആ ഒരു ഓറയെ ചെക്ക് ചെയ്തുകൊണ്ട്, ഓറയെ സ്കാൻ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ എനർജി ഫീൽഡിനെ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവാനിടയുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാവുകയും അതിനെ ഏത് രീതിയിൽ പരിഹരിക്കണമെന്ന് ഉള്ള ആ ഒരു ഇൻഡ്യൂഷൻ അയാൾക്കുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ശരിയായ ഹീലറുടെ ആ ഒരു പ്രാവീണ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ശരിയായ രീതിയിൽ ഹീലിംഗ് എനർജി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹീലറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മളിപ്പം കെമിക്കലായിട്ടുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് പരിഹരിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളും അങ്ങനെയുള്ള മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ ഈ ഒരു ഡിവൈൻ എനർജിയെ കൊണ്ട് തന്നെ പരിഹരിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ശരിയായ ഹീലറെ സമീപിച്ചുകൊണ്ട് അയാളിൽ നിന്ന് ആ ഒരു ഡിവൈൻ ഹീലിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിപ്പോൾ മെത്തേഡ് ആയിക്കോട്ടെ, ഏത് മെത്തേഡാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ദിയേഗോ കോൺഷ്യസ് എനർജി ഹീലിംഗ് മെത്തേഡാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു മെത്തേഡാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡുകളാണെങ്കിലും ആ ഒരു മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ശരിയായ ഹീലറുടെ അടുത്ത് നിന്ന് നമ്മൾ ആ ഒരു ഹീലിംഗ് എനർജിയെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതാണ്ട് 90% പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഉയർന്ന വ്യക്തിത്വമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ പരിഹരിച്ചുകൊണ്ട് സന്തോഷവും സമാധാനവുമുള്ള ഒരു ഉയർന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.